നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പോയി എന്റെ അച്ഛനോടും വിളിച്ചു വരുത്തിയ അതിഥികളോടും എന്നെ വിവാഹം കഴിക്കാൻ വന്നവരോടും പറയും ഋതിക അങ്ങോട്ട് വരില്ലെന്ന്. അച്ഛൻ എന്നെ തല്ലുകയോ കൊല്ലുകയോ എന്താന്ന് വെച്ചാ ആയിക്കോട്ടെ. മാഡത്തിന്റെ എല്ലാ വിഷമങ്ങളും മാറും. സ്നേഹിക്കാനും ദുഃഖങ്ങളും സന്തോഷങ്ങളും പങ്കുവയ്ക്കാനും മാഡത്തിനെ സംരക്ഷിക്കാനും മാഡത്തിന് ഒരു നല്ല ഭർത്താവിനെ ലഭിക്കും. ഒരു അച്ഛനെയും അമ്മയും ലഭിക്കും. സ്നേഹവും വാത്സല്യമുള്ള ഒരു കുടുംബത്തിലെ സന്തോഷം എന്താണെന്ന് മാഡം തിരിച്ചറിയും. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും മാഡത്തിനെ സംരക്ഷിക്കാൻ ഞാൻ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇനി മാഡത്തിന് വേണ്ടത് ഒരു ഭർത്താവിന്റെ സംരക്ഷണം, ഒരു അച്ഛന്റെയും അമ്മയുടെയും വാത്സല്യാണ്. ഓ, അപ്പൊ രാജു ഒരുപാട് ദൂരം കടന്നൊക്കെ ചിന്തിച്ചു അല്ലേ? പക്ഷേ എന്റെ മനസ്സ് രാജു കണ്ടില്ല. അല്ല, എന്റെ മനസ്സിൽ എന്താണെന്ന് അറിഞ്ഞുകൊണ്ടും രാജു കണ്ടില്ലെന്ന് നടിച്ചു. എന്റെ അച്ഛനെ പോലെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോണെന്ന് നീയും ആഗ്രഹിച്ചു. പക്ഷേ ഞാൻ ഇതിനൊന്നും സമ്മതിക്കില്ലെങ്കിലോ? മാഡം ആവേശപ്പെട്ട് തീരുമാനം എടുക്കരുത്. മാഡത്തിന്റെ നല്ലതിന് വേണ്ടിയാ ഞാൻ. മിണ്ടരുത്. ഇനി നിനക്ക് അത് പറയാനുള്ള യോഗ്യതയില്ല. എന്റെ നല്ലതായിരുന്നു നീ ചിന്തിച്ചിരുന്നെങ്കിൽ എല്ലാം അറിഞ്ഞപ്പോ തന്നെ നീ എന്നോട് തുറന്നു പറഞ്ഞല്ലേ രാജു. നീ എനിക്ക് ട്യൂഷൻ എടുത്തതും റിസ്ക് എടുത്ത് എന്നെ പഠിപ്പിച്ചതിനൊക്കെ പിന്നിൽ എന്നെ വിവാഹം കഴിപ്പിച്ച് വിടണമെന്ന് മാത്രമായിരുന്നു. ഇങ്ങനെയൊന്നും എന്നോട് പറയരുത് മാഡം. എനിക്ക് മാഡത്തിനോടൊന്നും തുറന്നു പറയാനായില്ല. പറയണമെങ്കിൽ അത് എങ്ങനെ പറയണമായിരുന്നു? എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞ് ഈ വിവാഹം തുടക്കത്തിലെ മുടങ്ങുമായിരുന്നെങ്കിലോ? എന്നായാലും വിവാഹം കഴിച്ച് ഈ വീട്ടിൽ നിന്നും പോകേണ്ട ആളാണ് ഋതിക മാഡം. വിവാഹകാര്യം ഞാൻ മറച്ചു വെച്ചു എന്നുള്ള ഒറ്റ കാര്യത്തിന് മാഡം എന്നെ ഇത്രയും ദേഷ്യത്തോടെ കാണുമ്പോ നമുക്കിടയിലുണ്ടായിരുന്ന ആത്മബന്ധം എന്നേക്കുമായിട്ട് ഇല്ലാതാവുമെന്ന് എനിക്ക് പേടിയാവുന്നു. ആരാ മേഡം ഞാൻ? ഒരു ജോലിക്കാരൻ. മാഡത്തിന്റെ ജീവിതത്തിലെ വലിയൊരു ശുഭകാര്യത്തില് അഭിപ്രായം പറയാനും മാത്രം ആരും അല്ല ഈ രാജു. എന്നെ ഒന്നും മനസ്സിലാക്കണം മാഡം, പ്ലീസ്. അപേക്ഷ, എന്നെ വെറുക്കരുത്. ഇല്ല രാജു, നിന്നെ ഞാൻ ഒരുപാട് വിശ്വസിച്ചു പോയി. അതാ ഞാൻ ചെയ്ത തെറ്റ്. എനിക്കൊരു പ്രോബ്ലം വന്ന ആദ്യം വിളിക്കുന്നത് നിന്നെയായിരുന്നു. അച്ഛൻ എന്നോട് ദേഷ്യപ്പെട്ട ആദ്യം പറയുന്നത് നിന്നോടായിരുന്നു. സന്തോഷായാലും ദുഃഖമായാലും എല്ലാം നിന്നോട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചു. ഇതുവരെ ഞാൻ നിന്നോട് ഒന്നും മറച്ചു വെച്ചിട്ടില്ല.
എന്താ അതിന് കാരണം? ഞാൻ ഈ ലോകത്ത് വിശ്വസിച്ചിരുന്ന ഒരേ ഒരാൾ അത് നീയായിരുന്നു. പക്ഷെ നീ എന്റെ ഒപ്പം നിന്ന് എന്നോട് നുണകൾ പറഞ്ഞ് എന്നെ വെറും പൊട്ടിയാക്കി. അവസാനം എന്നെ നീ ചതച്ചു കളഞ്ഞു. ലതിക മാഡം, ഇത്രയും ദേഷ്യം മാഡത്തിനുണ്ടെങ്കിൽ എന്റെ കർണത്തടിച്ചോളൂ. ഇങ്ങനെയൊക്കെ മാഡം എന്നെ പറയുന്നത് എനിക്ക് ഇത് സഹിക്കാനാവുന്നില്ല മാഡം. നിർത്ത്. മതിയാക്ക നിന്റെ സംസാരം. എന്നോട് സംസാരിക്കാനുള്ള യോഗ്യതയൊക്കെ എപ്പോഴും നിനക്ക് നഷ്ടമായി. ഇതുവരെ ഞാൻ ഏറ്റവും വെറുത്തിരുന്ന ആൾ ആ ദീപക്കായിരുന്നു. പക്ഷെ ഇപ്പോ ഈ നിമിഷം ഞാൻ പറയുന്നു, അവനേക്കാളും 100 ഇരട്ടി നിന്നെ ഞാൻ വെറുക്കുന്നു. മാഡം, എന്താ എന്നോട് പറഞ്ഞത്? ഇനിയും നീ ഇവിടെ നിന്ന ഇതിലും കൂടുതൽ കേൾക്കേണ്ടി വരും. പോ, എന്റെ മുറിയിൽ ഇറങ്ങി പോവാൻ. മാഡം, ഞാനിനി ഈ മുറിയിൽ നിന്നും പുറത്തേക്ക് വരുന്നില്ല. നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹിച്ച എൻഗേജ്മെന്റ് നടക്കില്ല, വിവാഹവും നടക്കില്ല. മാഡം, പോ, ഇറങ്ങിപ്പോവാൻ. പോയി എന്റെ അച്ഛനോടും വിളിച്ചു വരുത്തിയ അതിഥികളോടും എന്നെ വിവാഹം കഴിക്കാൻ വന്നവരോട് പറയും ഋതിക അങ്ങോട്ട് വരില്ലെന്ന്. അച്ഛൻ എന്നെ തല്ലുകയോ കൊല്ലുകയോ എന്താന്ന് വെച്ചാ ആയിക്കോട്ടെ, ഞാൻ വരില്ല. മാഡം, വേണ്ട ഋതിക മാഡം, വർമ്മ സാറിന് ദേഷ്യാവും. ഇറങ്ങി പോലല്ലേ നിന്നോട് പറഞ്ഞത്? ഇറങ്ങ്, എന്റെ മുറിയിൽ നിന്ന് ഇറങ്ങാൻ. മാഡം, ഇറങ്ങാൻ. മാഡം, ഇറങ്ങ്. മാഡം, മാഡം, പ്ലീസ്, മാഡം, മാഡം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.